നമ്മുടെ കരിങ്ങാലി പുഞ്ച നമ്മൾ തേടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ കേക്ക് ഞാനിങ്ങനെ പൊടിച്ചെടുക്കാറ്. കരിങ്ങാലി കൊള്ളായേ. അപ്പോൾ നമ്മളിത് നമ്മുടെ അപ്പം എടുത്ത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ എവിടേക്കാണെന്നൊക്കെ നമ്മൾ പിന്നാലെ പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ. ആഹാ, എന്ത് വിജനമായ വഴി. നല്ലതാണ് സൂര്യൻ. ഇതുണ്ടോ, ഈ സാധനമാണ് മണ്ണുരുട്ട് വണ്ടി. അങ്ങനെ സാധനം വരെ അത് പതഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ മൊത്തത്തിൽ പതഞ്ഞു കിടക്കുന്നത്. സൂം ചെയ്ത് കാണിച്ചു. അപ്പം നമ്മൾ വന്നേക്കുന്നത് കരിങ്ങാലിപ്പുഞ്ച കാണാനാണ്. ഇത് കരിങ്ങാലിപ്പുഞ്ചയുടെ ഒരു പാർട്ടാണ്. മെയിനായിട്ടുള്ളത് അപ്പുറത്താണ്. ഈ ലോക്ക്ഡൗൺ ടൈമിൽ നന്നായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി പ്ലേസാണ് കരിങ്ങാലിപ്പുഞ്ച. അപ്പോൾ അത് കാണാനായിട്ട് നമ്മളും ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം മെയിനായിട്ടുള്ള സ്ഥലം അപ്പുറത്താണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. രണ്ട് മരമൊക്കെ നടക്കാൻ പറ്റും. അടിപൊളിയാണ്. വിജനമായ റോഡല്ലേ. വണ്ടി ചരിഞ്ഞു. ബാമ്പയോ അപ്പൊ ഇതാണ് നമ്മുടെ കരിങ്ങാലി പുഞ്ച. നമ്മൾ തേടിപ്പിടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കരിങ്ങാലിപ്പുഞ്ച. ഞങ്ങൾ വണ്ടി ഈ സൈഡിലേക്ക് ഒതുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നിങ്ങൾ കണ്ടു കാണും നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ശരിക്കും ഇവിടെ വന്നാൽ അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്തിട്ട് പോവുക. അതേപോലെ തന്നെ സേവ് ദ ഡേറ്റ് പോലുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ പ്ലേസ് വന്നിട്ട് പന്തളത്ത് നിന്നും 3.5 കിലോമീറ്റർ മാറി കുടക്ഷനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഇവിടെ 130-ൽ അധികം ബേർഡ് സ്പീഷീസിനെ കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. നമുക്ക് ഈ പാലത്തിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇരുന്ന് ഫോട്ടോകൾ എടുക്കാൻ പറ്റുന്ന പല സ്ഥലങ്ങൾ നമുക്കിവിടെ ഉണ്ട്. പിന്നെ ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ തരുന്നത്. അതിലുപരി നമ്മുടെ ഈ ലോക്ക്ഡൗൺ ടൈമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇവിടെ വരുന്നവർ വെളുപ്പിന് ഒരു 5 മണി 5:30 ആ ഒരു ടൈമിലൊക്കെ വരുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇവിടെ വള്ളക്കാരൊക്കെ ഉണ്ട്, അതൊക്കെ പിടിച്ചു തരാനും പിടിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ളവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരികെ പോകാനേ തോന്നില്ല. അത്രയ്ക്ക് ഭംഗിയുള്ളതായിട്ടുള്ളൊരു പ്ലേസാണിത്. ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ഒന്ന് നന്നായിട്ട് റിലാക്സ് ചെയ്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരിടമാണിത്. കയറി നിന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നല്ലൊരു മരക്കൊമ്പൊക്കെ കാണുന്നുണ്ട്, കണ്ടോ? ഇവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. നല്ല ബാക്ക് നല്ല അടിപൊളി വ്യൂവും പിന്നെ ഒരു ചായക്കടയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. കാക്കകളും പിന്നെ താറാവുകൾ, പശു, പോത്ത് അങ്ങനെയുള്ള സകല കാര്യങ്ങളും ഇവിടെ വന്നാൽ കാണാൻ പറ്റും. രാവിലെ ഒരു ടൈം തൊട്ട് വൈകിട്ട് ഒരു 5 മണി ആ ഒരു ടൈമിലൊക്കെ എത്താൻ നല്ല വൃത്തിക്ക് കാറ്റൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇവിടെ അടുത്ത്. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവം? അയ്യോ ആരെയൊക്കെ വരുന്നവരുടെ പേരൊക്കെയാണ് കണ്ടോ, ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ വന്നാൽ നല്ല വൃത്തിക്ക് സൂര്യൻ അസ്തമിക്കുന്നതും ഉദിക്കുന്നതും ഒക്കെ കാണാൻ പറ്റും. രാവിലെ ഒരു 6:30 അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ഇറങ്ങണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ 7 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. ഇവിടെ എത്തിയപ്പോൾ 7:30 ആയി. ഞങ്ങൾ പതുക്കെ എല്ലാം വീഡിയോ ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ അതാണ് വന്ന വണ്ടി. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഉള്ളവർ ഇനിയും വന്നിട്ടില്ലെങ്കിൽ ഇവിടെ വരാൻ ശ്രമിക്കുക, അത്ര തന്നെ. ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. വണ്ടി പഠിക്കാൻ നല്ലതല്ലേ? നീ പൊയ്ക്ക അങ്ങോട്ട്. അപ്പോൾ നമ്മുടെ വാവച്ചത് ഈ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നു. നമ്മളപ്പോൾ ഈ പാലത്തിൻ്റെ അവിടെ വന്നതാണ്. ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും, നമുക്ക് നോക്കാവുന്ന. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി, ഇതിലെന്തൊക്കെയോ സംഭവം ഓടുന്നുണ്ട് കേട്ടോ. മറ്റേ സംഭവമല്ലേ ഞാൻ മനസ്സിലായി. അതെ ഉണ്ടോ, എന്തോ ഒരു ജീവി വെള്ളത്തിൽ. നമ്മുടെ ഈ കൽപ്പാലമാണ് ഇവിടുത്തെ ഹൈലൈറ്റ്, ആൾക്കാരുടെ മെയിൻ ഫോട്ടോഷൂട്ടിൻ്റെ ഏരിയ. ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന നല്ല അടിപൊളി ഒരു വ്യൂ ആണ് നമുക്ക് പുറമേ കിട്ടുന്നത്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും അതേപോലെ ഉണ്ട്, കണ്ടോ? ഇവിടെ നമ്മുടെ സൂര്യൻ ഉണ്ട് കേട്ടോ, ഉണ്ടോ? സൂര്യൻ നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഞങ്ങൾ ഫോട്ടോസൊക്കെ പിന്നെ എടുക്കുന്നതായിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട്, ഇവിടെ ഒരു തടിയൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടോട്ട് ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ഒത്തിരി, ഇത് ഒരു മെയിൻ റോഡ് തൊട്ട് നമ്മുടെ ശരിക്കും ഇത് പന്തളം
പന്തളത്തു നിന്ന് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ആണെന്ന് ശരിക്കും അറിയത്തില്ല. അതന്നെ ഇത് ശരിക്കും എന്ന് വെച്ചാൽ പന്തളം റൂട്ട് ആണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു മെയിൻ റോഡ് ബസ് റൂട്ടാണ്. ഇവിടെ ബസ്സില്ല, അപ്പുറത്തെ റൂട്ട് നമ്മൾ വന്ന് ആദ്യത്തെ കണ്ട ആ ഒരു ഏരിയയിൽ ബസ് റൂട്ടാണ്. അതാണ് ഇവിടെ നിന്നാണ് നമ്മുടെ ചേട്ടന്മാരൊക്കെ ചൂണ്ടയിടാൻ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ആരെയും കാണുന്നില്ല, ചൂണ്ടക്കാരെ ആരെയും കാണുന്നില്ല. ഇവിടെ നല്ല മീനൊക്കെ ഉണ്ട്. സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇത് ഒരു എത്ര ഏക്കറാകുമെന്ന് പറഞ്ഞിട്ട് ആമാതിരി പടർന്ന് നടക്കും. ഇതിന് ചുറ്റും ഈ ഒരു സംഭവമാണ് നല്ല ഇതായിട്ട്. അവിടെ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ അപ്പുറം വരെ അതാണ് ഇതിൻ്റെ അപ്പുറമാണ് നമ്മുടെ റോഡ്. നമ്മൾ ഈ കണ്ട ഇതൊക്കെ കണ്ടില്ലേ, അതെന്തെങ്കിലും തുരുത്തല്ലോ അതേപോലെ. പിന്നെ ഇതിൻ്റെ അപ്പുറം റോഡാണ്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഈ വെള്ളത്തിനകത്തൊക്കെ വേസ്റ്റ് കുപ്പി പാട്ട അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. നമ്മുടെ ഈ പൊതുസ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ഇടുന്നത് നമ്മൾ മാക്സിമം ഒഴിവാക്കണം. അത് നമുക്ക് തന്നെ ആയിരിക്കും പിന്നീട് അത് ദൂഷ്യമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. നല്ലൊരു പ്ലേസിനെ നമ്മളായിട്ട് ഇല്ലാതാക്കുന്ന എന്തിനാണ്? കണ്ടില്ല അതൊക്കെ പ്ലാസ്റ്റിക്കും കുപ്പിയും പാട്ടയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകണമെന്നൊന്നും തോന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു 7 മണി ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 7:30 ആയപ്പോൾ എത്തി. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 4.5 കിലോമീറ്റർ ഉള്ള ഡിസ്റ്റൻസ്. പക്ഷേ ഇങ്ങനൊരു സ്ഥലം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ലോക്ക്ഡൗൺ വേണ്ടി വന്നു. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചായക്കട കണ്ടപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണേ. പിന്നെ നമുക്കൊരു സ്ട്രോങ് ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു വൈബ് കാണുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ചൂടോടുകൂടി ഒരു ചായ കുടിച്ചാൽ സൂപ്പറായിരിക്കില്ലേ. നല്ല അടിപൊളി കോടയായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിയൊക്കെ നിങ്ങൾ കണ്ടു കാണും, നല്ല പോലെ കോട ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കാണുന്ന കേക്ക് ഞങ്ങളെ നോക്കി ചിരിച്ച് കാണിച്ചു. നമ്മളൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കഴിച്ചിട്ട് പറയാവേ. അപ്പോൾ നമ്മുടെ കേക്ക് ഞാനിങ്ങനെ പൊടിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് കേട്ടോ. ഇതുണ്ടാലേ അറിയാം സോഫ്റ്റ് ടേസ്റ്റ് ഉണ്ടല്ലോ. കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട്. തേങ്ങയുടെ ചെറിയ ചെറിയ പീസസ്. നമ്മുടെ സാധാ കേക്കില്ലേ, നമ്മൾ വെട്ട് കേക്കൊക്കെ എന്ന് പറയുന്നത് ആ സാധനമാണിത്. അതിൻ്റെ മുകളിൽ തേങ്ങാക്കൊത്തും മധുരവും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ആ കേക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളൊരു 3-4 വാങ്ങിച്ച് കുഞ്ഞൂസിനും നൈനൂസിനും ഒക്കെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ പാൽ ബണ്ണും ക്രീം ബൺ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നാണ്. സേഫായിട്ട് നമ്മുടെ കുഞ്ഞൂസിന് വെച്ചിട്ടുണ്ട്. പോവാ. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന ടൈമിൽ നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബർ നമുക്കൊരു സ്നേഹവിരുന്നിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് നല്ല അടിപൊളി ചൂട് പാലപ്പവും കറിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല അടിപൊളി
ചമ്മന്തി വറുത്തതും ഗ്രീൻ പീസ് കറി, ഗ്രീൻ പീസ് വെജിറ്റബിളും കൂടി ഇട്ടിട്ടുള്ള കറിയാണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ അപ്പം എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ കറിയിൽ മുക്കി, പിന്നെ നമ്മുടെ ചമ്മന്തിയിൽ മുക്കി സൂപ്പർ ടേസ്റ്റ്. നമ്മുടെ അപ്പോൾ ഇതൊക്കെയാണ് കരിങ്ങാലിപ്പുഞ്ചയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.